നമസ്കാരം. ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി BLOയെ ബൂത്ത് ലെവൽ ഓഫീസറെ കളക്ടർ ചേതൻകുമാർ മീണ അപമാനിച്ചിറക്കിവിട്ടതായി പരാതി. കുമാരനെല്ലൂർ BLO ജോണി വിസ്റ്റൻ ജോർജിനെയാണ് കളക്ടർ അധിക്ഷേപിച്ച് ഇറക്കിവിട്ടത്. കളക്ടർക്കെതിരെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് BLO പരാതി നൽകി. ജില്ലയിലെ BLOമാരുടെ ആവലാതികൾ സമർപ്പിക്കാൻ പ്രതിനിധിയായി 14-ന് ജോണി വിസ്റ്റൻ ജോർജ് കളക്ടറെ കണ്ടപ്പോഴാണ് ഈ സംഭവമുണ്ടായത്. ജോണിയുടെ കൂടെ മറ്റ് 8 BLOമാരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 12-ന് SIR ഹിയറിംഗിനായി കുമാരനെല്ലൂർ നഗരസഭാ മേഖലാ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാൾ ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും സമയത്ത് നൽകിയില്ല. ഹിയറിംഗിന് ആൾക്കാർ എത്തിയതിനാൽ BLO കളക്ടറെ നേരിട്ട് ഫോൺ വിളിക്കുകയായിരുന്നു. കളക്ടർ ഇടപെട്ട് ഉടൻ തന്നെ ഹാൾ ലഭ്യമാക്കുകയും ചെയ്തു. എന്നാൽ ഇക്കഴിഞ്ഞ 14-ന് കളക്ടറെ കണ്ട സമയത്ത് ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് കളക്ടർ ക്ഷുഭിതനായി സംസാരിച്ച് ജോണിയെ അപമാനിച്ചിറക്കി വിടുകയായിരുന്നു. BLOയുടെ ചുമതലയിൽ നിന്നും ഇദ്ദേഹത്തെ നീക്കിയതായും കളക്ടർ പറഞ്ഞു. അതേസമയം BLO നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ നീക്കിയതെന്നുമാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം SIR ജോലിയുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് BLOമാർ എന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലാണെന്നും ജോലി ഒഴിവാക്കി തരണമെന്നുമുള്ള BLOയുടെ ശബ്ദ സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു. കോട്ടയം മുണ്ടക്കയം പഞ്ചായത്ത് പരിധിയിലെ ഒരു BLO ആണ് മേലുദ്യോഗസ്ഥർ കേൾക്കണമെന്ന അഭ്യർത്ഥനയോടെ ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചിരുന്നത്. ഇതിന് പിന്നാലെ BLO ആത്മഹത്യാശ്രമം നടത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെ കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ BLO ജീവനൊടുക്കിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കുന്നരു UP സ്കൂളിലെ പ്യൂൺ അനീഷ് ജോർജിനെയായിരുന്നു നവംബറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SIR ജോലി സംബന്ധിച്ച സമ്മർദ്ദമാണ് മരണകാരണം എന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജ് ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് നേരത്തെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായും വിവരം വന്നിരുന്നു. BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ടും തേടിയിരുന്നു. ഇതിനിടെ കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ SIR പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അർഹരായവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൗകര്യമൊരുക്കുന്നതിനായി ഈ പട്ടിക വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയം നീട്ടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള അവകാശം നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ നടപടികൾ അത്യാവശ്യമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. അതേസമയം 5 സംസ്ഥാനങ്ങളിലെ SIR സമയപരിധി ഇലക്ഷൻ കമ്മീഷൻ നീട്ടി നൽകി. ഗോവ, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ SIR നടപടികളാണ് ഇലക്ഷൻ കമ്മീഷൻ നീട്ടിയിരിക്കുന്നത്. ജനുവരി 15-ന് നടപടികൾ അവസാനിക്കാനിരിക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടി. 4 ദിവസത്തേക്കാണ് SIR നടപടികൾ നീട്ടിയിരിക്കുന്നത്. ജനുവരി 19-ന് സമയപരിധി അവസാനിക്കും. 3 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾ വഴിയും സാധ്യമായ മറ്റെല്ലാ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഇക്കാര്യം BLOമാരെയും വോട്ടർമാരെയും അറിയിക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ജനുവരി 15-ന് നടപടികൾ അവസാനിക്കാനിരിക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടി. ഇലക്ഷൻ കമ്മീഷന്റെ ഈയൊരു അറിയിപ്പ് വോട്ടർമാർക്ക് വലിയ ഉപകാരമായിരിക്കും.